വിധു ജയരാജ്. നൃത്തശില്പം. കാലികൾ വെച്ചു ഗോപവൃന്ദവുമൊത്തു കൃഷ്ണൻ കേളിയാടിയ മുന്നത്തീര കനനം തന്നിൽ. കാലികൾ വെച്ചു ഗോപവൃന്ദവുമൊത്തു കൃഷ്ണൻ കേളിയാടിയ മുന്നത്തീരം കനനം തന്നിൽ. നല്ലിളം പുല്ലുതിന്നങ്ങുള്ളവും തെളിഞ്ഞുടൻ തുള്ളി നടന്നു പശുക്കുട്ടികളങ്ങുമിങ്ങും. നല്ലിളം പുല്ലുതിന്നങ്ങുള്ളവും തെളിഞ്ഞുടൻ തുള്ളി നടന്നു പശുക്കുട്ടികളങ്ങുമിങ്ങും. കാനനം കണ്ടു മോദം പാരം വളർന്നു കൃഷ്ണൻ കാളിയം വാഴും നദി തീരമടഞ്ഞിടിനാൻ. കാനനം കണ്ടു മോദം പാരം വളർന്നു കൃഷ്ണൻ കാളിയം വാഴും നദി തീരമടഞ്ഞിടിനാൻ. കോളുകൊള്ളുമോളങ്ങൾ പാറമൂടടിച്ചിനാൻ. ആറ്റുവഞ്ചികളാടി നദികൾ നർത്തനം പോലെ. കോളുകൊള്ളുമോളങ്ങൾ പാറമൂടടിച്ചിനാൻ. ആറ്റുവഞ്ചികളാടി നദികൾ നർത്തനം പോലെ. കണ്ടിതു കണ്ണൻ വെള്ളം കുടിച്ചു കൊക്കൾ ക്ഷണം കൊണ്ടു ചത്തു വീണതും പക്ഷികൾ ദഹിപ്പതും. കണ്ടിതു കണ്ണൻ വെള്ളം കുടിച്ചു കൊക്കൾ ക്ഷണം കൊണ്ടു ചത്തു വീണതും പക്ഷികൾ ദഹിപ്പതും. ക്രോധവും പോരാനുടൻ കാളിയ മർദ്ദനന്ദൻ ചാടിനൻ കാളിന്തിയിൽ ലോകപാലകൻ ദേവ്. 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 ക്രോധവും പോരാനുടൻ കാളിയ മർദ്ദനന്ദൻ ചാടിനൻ കാളിന്തിയിൽ ലോകപാലകൻ ദേവൻ. ഇപ്പോൾ ഈ വേദിയിൽ ബാലഭാരതി ഗംഗ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സംഘഗാനം. ഈ സംഘഗാനത്തിൽ പങ്കെടുക്കുന്ന കലാകാരികളും കലാകാരന്മാരും ആരുഷ് വി നായർ, അദ്രിത് ജവഹർ, ആദിത്യ രാജേഷ്, അദ്വൈത് ഷിജു, അനാമിക, ഭവേഷ് നമ്പ്യാർ, ദേവജ് നായർ, ഗൗതം ദീപക്, ഗായത്രി പ്രവീൺ, കാർത്തിക, കരുൺ ഗിരീഷ്, മീര സൂരജ്, മൃദുൽ, പല്ലവി പി നായർ, ശ്രീവർദ്ധൻ പി നായർ, ഗായത്രി പ്രവീൺ, സാരംഗ്, വെങ്കടേഷ്, തനിഷ്ക ദീപുലാൽ, ഊർജ പ്രേം, സുനയന, ശിവാനി.
കൊണ്ട് മണികെട്ടി തിത്താനാതേതോ അരന്നുപോൽ ചുണ്ടൻ വെള്ളം പറന്നുപോയി ഓ തിത്താനാതിത്തേ തിത്തേതേതോ Bye. മൂവായിരത്തിൽ പരം ഗാനങ്ങൾ ആലപിച്ച ഒന്നിലധികം 2 തവണ ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ അനേകാനേകം ഭാവഗാനങ്ങളിലൂടെ അടിപൊളി പാട്ടുകളിലൂടെ നമ്മുടെ മനസ്സുകളിൽ എക്കാലവും സ്ഥാനം പിടിച്ച ശ്രീ എം ജി ശ്രീകുമാറിനെ നമുക്ക് സ്നേഹാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തോടൊപ്പം മാക്സിൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനായ രക്ഷാധികാരി ശ്രീ നാരായൺ നായർ, അതോടൊപ്പം ശ്രീ രാമചന്ദ്രൻ കോലോത്ത്, മാക്സിൻ്റെ വൈസ് പ്രസിഡന്റ്, ISC പ്രസിഡന്റ് ശ്രീ രമേശ് പണിക്കർ, സെക്രട്ടറി ശ്രീ അബ്ദുൽ സലാം എന്നിവരെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി എം ജി ശ്രീകുമാറിനെയും ക്ഷണിക്കുകയാണ്. പ്ലീസ് മാഡം. പൊന്നാടണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ എം ജി ശ്രീകുമാർ അവർകളെ പൊന്നാടണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ നാരായണജി ക്ഷണിക്കുകയാണ്. മൊമെൻറ്റോ സമ്മാനിക്കുന്നത് മാക്സിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രൻ കോലോത്ത്. അവിചാരിതമായിട്ടാണ് കേരളത്തിൻ്റെ പ്രിയ ഗായകനെ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി ചില ഗാനങ്ങൾ ആലപിക്കും എന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ മാക്കിൻ്റെ
എല്ലാ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് ഓരോ പ്രവർത്തന മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ ഓണാശംസകൾ. നാട്ടിൽ ഓണം കഴിഞ്ഞെങ്കിലും സാധാരണഗതിയിൽ വിദേശ രാജ്യങ്ങളിലെല്ലാം ഓണം അതിന് ശേഷമാണ് ആഘോഷിക്കാറ് പതിവ്. അതെനിക്കറിയാം. അമേരിക്കയിലൊക്കെ ഇതുപോലെ തന്നെയാണ്, ഡിസംബർ വരെ ഓണമാണ്. അപ്പം എന്തായാലും ഞാനിവിടെ വന്നത് വേറൊരു കാര്യത്തിനാണ്. കാരണം കഴിഞ്ഞ 5-6 ദിവസത്തിന് മുമ്പ് ബഹ്റിനിൽ എനിക്കൊരു മ്യൂസിക്കൽ ഷോ ഉണ്ടായിരുന്നു വിത്ത് മഞ്ജു വാര്യർ, നിവിൻ പോളി ആൻഡ് എവർബഡി. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നിട്ട് 5 ദിവസമായി. ഞാൻ ആദ്യമായിട്ട് ദുബായ് കരാമയിലൊരു സരിഗമ സ്കൂൾ ഓഫ് മ്യൂസിക് തുടങ്ങുകയാണ്. ഇന്ന് വൈകുന്നേരമാണ് അതിൻ്റെ ഉദ്ഘാടനം, 6 മണിക്ക്. അതൊരു പുതിയ കൺസെപ്റ്റാണ്. അത് കുട്ടികൾക്കല്ല, കാരണം കുട്ടികൾക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അത് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നില്ല, മറിച്ച് ഒരു 20 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ആലോചിച്ചപ്പോൾ, എനിക്ക് ട്രിവാൻഡ്രത്തെ 2 സ്കൂളുണ്ട്. ഞാൻ ആലോചിച്ചപ്പോൾ ദുബായിലെ ഈ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആലോചിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നി. കാരണം നിങ്ങൾ ഈ കാലത്ത് 7 മണിക്ക് പോയി കഴിഞ്ഞാൽ 2 മണിക്ക് വീട്ടിൽ വന്നാലായി, ഇല്ലെങ്കിൽ എവിടുന്നെങ്കിലും ആഹാരം കഴിച്ചിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് 5 മണി വരെ കഴിഞ്ഞ് വീട്ടിൽ വരിക. അതുവരെ ഭാര്യ വെയിറ്റ് ചെയ്യുക, കുട്ടികളെ കൊണ്ടുവരിക. അപ്പോൾ ഡെയിലി ഒരു റൊട്ടീനായിട്ട് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സംഗീതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമുള്ള 99% ഇഷ്ടമുണ്ട്. 1% എനിക്ക് അറിഞ്ഞൂടാ, ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ പഠിച്ചിട്ടുള്ളവർ കാണും. സ്ത്രീകളും പുരുഷന്മാരും പഠിച്ചവർ കാണും, പഠിക്കാത്തവർ കാണും, പഠിച്ച് പകുതി നിർത്തിയവർ കാണും, നന്നായിട്ട് പാടുന്നവർ കാണും. അപ്പം അങ്ങനെ പറയുമ്പോൾ അവർക്കൊരു മ്യൂസിക് തെറാപ്പി, ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിലാണ് ഞാനത് ദുബായിൽ തുടങ്ങിയത്. തുടങ്ങിയില്ല, അതിനു മുമ്പ് തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു. കാരണം 100 പേരെ നമുക്ക് പറ്റത്തുള്ളൂ. രാമാനുജം സാർ, അതായത് മദ്രാസ് മ്യൂസിക് അക്കാഡമിയുടെ പ്രിൻസിപ്പലായിരുന്ന വളരെ പ്രായമുള്ള ഒരു വ്യക്തിയാണ് അവിടെ ടീച്ചിങ് ഈ കോഴ്സ് ടീച്ച് ചെയ്യാൻ വരുന്നത്. അപ്പം അത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ ഇതിവിടെയും തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ എന്നെ ഇത്രയും കമ്പൽ ചെയ്ത് വരുത്തിയത് എൻ്റെ പ്രിയ സുഹൃത്ത് ഹരിയാണ്. ഹരി ഞാൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരം അവിടെ എനിക്കിതുള്ളതുകൊണ്ട്, കാരണം കാലത്ത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ചെയ്ത് പിന്നെ പെട്ടെന്ന് അവിടെ ചെന്ന് 2 മണിക്ക് എന്നിട്ട് വീണ്ടും ഒരു ഓച്ചറ അസോസിയേഷൻ, ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, കാരണം വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം അദ്ദേഹം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. അതുപോലെ ഇന്ന് ഇവിടുത്തെ ഇന്ത്യൻ അസോസിയേഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പ്രസിഡൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, അബുദാബിയിലും ഇതുപോലൊരെണ്ണം തുടങ്ങണം, അതിന് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. താങ്ക് യു വെരി മച്ച് സാർ. പണിക്കർ സാറാണ്. അപ്പോൾ വേറൊന്നുമല്ല, ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എന്ന MG ശ്രീകുമാർ അഥവാ ശ്രീകുട്ടനെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം എല്ലാം നെറ്റിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും അതുപോലത്തെ കാര്യങ്ങളായതുകൊണ്ട് എൻസൈക്ലോപീഡിയയിൽ ഒരു ഞെക്കി കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് ജനിച്ചെന്നും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ അത് ഒരു 80% വരെ ശരിയുള്ളൂ. ഒരു 20% അവരിട്ടിരിക്കുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് കിടക്കുന്ന 3000 പാട്ടുകളെന്നാണ്. അത് 3 വർഷം മുമ്പ് 3000 പാട്ടായിരുന്നു, ഇപ്പോൾ അതല്ല, കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ അബൌട്ട് മൈസെൽഫ്. ചെറിയ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇപ്പോഴും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ഒരു ക്ലറിക്കൽ സ്റ്റാഫാണ്. എനിക്ക് ഡെപ്യൂട്ടേഷൻ വഴി ഞാൻ ലിബിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഇൻ 1980. ഒരു 1.5 വർഷം വരെ കഷ്ടിച്ച് അവിടെ തള്ളി നീക്കി തിരിച്ചു വന്നു, ടെസ്റ്റ് എഴുതി ബാങ്കിൽ കയറി. പക്ഷേ എൻ്റെ ചേട്ടൻ MG രാധാകൃഷ്ണൻ
സിസ്റ്റർ, എല്ലാവരും പാട്ടുകാരാണ്. എൻ്റെ അമ്മ പാട്ടുകാരിയാണ്. എൻ്റെ അച്ഛൻ മലബാർ ഗോപാലൻ നായർ പാട്ടുകാരനാണ്. അറിയാം, എന്താണ്ട് ഹരിപ്പാട്ട് ഉള്ള വ്യക്തികളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ എൻ്റെ അച്ഛനുമായിട്ട് പരിചയമുള്ള ആൾക്കാരായിരുന്നു. എൻ്റെ നാട് ഹരിപ്പാടാണ്. ഇപ്പം ഞങ്ങളവിടെ 5 ദിവസത്തെ ഹരിപ്പാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ 5 ദിവസത്തെ പ്രോഗ്രാം നടത്തി. വൻ വിജയമായിരുന്നു. ഹരിപ്പാട്ടുള്ള എല്ലാ പ്രമുഖന്മാരെയും വിളിച്ചു വരുത്തി. അപ്പം അങ്ങനെ സംഗീതത്തിന് അഭിരുചിയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് നാച്ചുറലി എനിക്ക് കണക്കെഴുതുന്നതിലോ വേറെ ഒന്നിലും ഇഷ്ടമല്ല. കാരണം എനിക്ക് പാട്ട് പാടണം. അങ്ങനെ എൻ്റെ ചേട്ടൻ്റെ കൂടെ പുറകിൽ തമ്പുരു മീട്ടാനും കൂടെ പാടാനും ഒക്കെ ആയിട്ട് ഏകദേശം 14 വർഷം ഞാൻ പോയി കച്ചേരിക്ക് പാടാൻ പോയി. ആ ഒരു എക്സ്പീരിയൻസാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. എൻ്റെ ഗുരു ചേർത്തല ഗോപാലൻ നായർ സാറ്, അതുപോലെ തന്നെ നെയ്യാറ്റിൻകര വാസു സാർ. ഏറ്റവും മെയിൻ ഗുരു എൻ്റെ ചേട്ടൻ തന്നെയാണ് MG രാധാകൃഷ്ണൻ. അങ്ങനെ എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ഒരു കൂട്ടായ്മ, ഇതുപോലൊരു കൂട്ടായ്മയിൽ സിനിമ എടുക്കാം എന്ന് പറഞ്ഞ് കൂലി എന്ന് പറഞ്ഞ സിനിമ എടുത്തു. അതിൽ എനിക്കൊരു പാട്ട് പാടാൻ അവസരം കിട്ടി. രവീന്ദ്രൻ മാഷാണ് എൻ്റെ സംഗീതം. ഞാൻ പോകുന്നതിൻ്റെ തലേദിവസം എനിക്ക് 104 ഡിഗ്രി പനിയാണ്. കാരണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമയിൽ പാടാൻ പോകുന്നത്. അതും എൻ്റെ 22ാമത്തെ വയസ്സിൽ. അപ്പം ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു. ആ പാട്ടിങ്ങനെയാണ്. വെള്ളിക്കൊലുസോടെ കളിയാടും അഴകി നിൻഗാനങ്ങളിൽ ഞാനാണ് ആദിതാളം. രാഗലോലി എന്നാരാധികേ നീ ദിവ്യരോമാഞ്ചരഞ്ജിനി. വെള്ളിക്കൊലുസോടെ കളിയാടും അഴകി നിൻഗാനങ്ങളിൽ ഞാനാണ് ആദിതാളം. ഇതായിരുന്നു ആദ്യത്തെ സോങ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 1 വെള്ളി രൂപ എനിക്ക് തന്ന അദ്ദേഹം അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നന്നായിട്ട് ബി സിൻസിയർ ടു യുവർ വർക്ക്. ആത്മാർത്ഥത ആണ് സംഗീതത്തിന് ഏറ്റവും വേണ്ടത്. അത് തൊട്ട് തുടങ്ങിയ ഒരു യാത്ര ഇന്ന് അബുദാബിയിലെ ഈ സ്റ്റേജ് വരെ എത്തി നിൽക്കുകയാണ്. നിങ്ങളുടെ എല്ലാം തീർച്ചയായിട്ടും ഓരോ അവാർഡ് കിട്ടുമ്പോഴും ഞാൻ മനസ്സിൽ കരുതുന്ന കാര്യങ്ങളുണ്ട്. ഈ അവാർഡ് 4 കമ്മിറ്റിക്കാർ ചുറ്റും കൂടിയിരുന്ന് ചെയ്യുന്ന ഇന്ന ആർക്ക് കൊടുക്കാം ഈ അവാർഡ്. അപ്പോൾ ഒരാൾ പറയും വേണ്ട, അവൻ ഇത്തിരി അഹങ്കാരം കൂടുതലാണ്, അതുകൊണ്ട് മറ്റേ ആൾ കൊടുത്തേരുന്നു. അതല്ല, എൻ്റെ ഈ മുമ്പിൽ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ 2 കയ്യടിയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ കാണുന്നത്. എനിക്കൊരു സ്ഥാനം തരിക, എന്നെ ഇവിടെ വിളിക്കുക, ഒരു ബൊക്കെ തരിക, ഞാൻ പറയുന്ന വാക്കുകൾ 2 വാക്കുകൾ കേൾക്കുക, ഞാൻ പാടുന്ന പാട്ട് 2 പാട്ട് പാടാം, അത് കേൾക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. കാരണം അതാണ് സ്നേഹം. ആ സ്നേഹമാണ് ഏറ്റവും വലിയ അവാർഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, മോർ ദാൻ നാഷണൽ അവാർഡ്. എനിഹോ ഞാനൊരു 1-2 പാട്ട് പാടാൻ ശ്രമിക്കാം. ട്രാക്കാണ്. ഈ ഗാനം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മദ്രാസിൽ പോയി പാടിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മകളെല്ലാം തന്നെ, നിങ്ങളുടെ മനസ്സിലുള്ള നാട്ടിൻ്റെ ഓർമ്മകൾ, മുറ്റത്തെ മാവിൻ്റെ ഓർമ്മകൾ, ഓണത്തിൻ്റെ ഓർമ്മകൾ, ഓടിക്കളിക്കുന്ന ഓർമ്മകൾ, ഓണപ്പൂക്കൾ പറിക്കുന്ന ഓർമ്മകൾ എന്ന് വേണ്ട എല്ലാം ജീവിതത്തിൽ തെളിയിക്കുന്ന ഒരു പാട്ടാണ്. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ.
നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു. നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വെച്ചു, എൻ്റെ ഹൃദയിലെടുത്തു വെച്ചു. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. മാധവം മാഞ്ഞുപോയി, മാമ്പൂ കൊഴിഞ്ഞുപോയി, പാവം പൂങ്കുയിൽ മാത്രമായി. മാധവം മാഞ്ഞുപോയി, മാമ്പൂ കൊഴിഞ്ഞുപോയി, പാവം പൂങ്കുയിൽ മാത്രമായി. പണ്ടെന്നോ പാടിയ പഴയൊരാ പാട്ടിൻ്റെ ഈണം മറന്നുപോയി, അവൻ പാടാൻ മറന്നുപോയി. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. താങ്ക് യു. ഓണമായതുകൊണ്ട് ഞാൻ പല പാട്ടുകളും ഞാനിങ്ങനെ നോക്കി. അപ്പോൾ ചുമ്മാ വെറുതെ നോക്കിയപ്പോൾ ഒരുപാട് പാട്ടുണ്ട്, ഓണപ്പാട്ടുണ്ട്. എന്താണ് ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ അങ്ങനെ. പക്ഷേ സിനിമാ പാട്ടിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇന്നലെ എനിക്ക് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. കാരണം ഒരുപാട് എനിക്കിഷ്ടപ്പെട്ട ആ പാട്ട്. അതിനകത്ത് ഓണമായി എന്നൊരു വാക്കേ ഉള്ളൂ, എങ്കിലും കേൾക്കാനൊരു സുഖമുള്ള ഒരു പാട്ടാണ് പാതിരാക്കിളി എന്ന ഒരു ഗാനം. പാതിരാക്കിളി വരു പാൽക്കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ, പാടിയാടിവാ പുലർമേടിറങ്ങിവാ, പൂവുനുള്ളിവാ മലർക്കാവിലൂടെ വാ. കാറ്റിലാടുമീ മുളം കാട്ടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു. പാതിരാക്കിളി വരു പാൽക്കടൽ കിളി, ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ.
താണുവരും മാലാക പൂഞ്ചിറകോ താഴ്വരയിൽ മന്ദാര പൂനിരയോ പറന്നു വന്നീ തടങ്ങളിൽ പാടാത്തതെന്തു നീ പൂത്തുമ്പിൽ കുടിക്കും നീർമുട്ടോ ചാരാതെ നിലാവിൻ പാൽത്തുള്ളി തിരയിളകും കടലിൽ നിലാവിലാഴവേ ഇതുവഴി പാതിരാക്കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ മാമലകൾ പൊന്നാട ചാർത്തുകയാ ഏലമണി പൊന്മാല കോർക്കുകയാ കിഴക്കുതിച്ചേ നിനക്കൊരാൾ കാർവർണ്ണ പൈങ്കിളി ഈ മണ്ണിൽ പഴമ്പാട്ടീണത്തിൽ നീയോ കിനാവിൽ മൂളുന്നു കഥ പറയും കിളിയെ പറന്നു പാടിവാ ഇതുവഴി പാതിരാക്കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവുനുള്ളിവാ മലർക്കാവിലൂടെ വാ കാറ്റിലാടുമീ മുളം കാട്ടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു പാതിരാക്കിളി വരു പാൽക്കടൽ കിളി ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ. താങ്ക് യു. തീർച്ചയായിട്ടും ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തകർക്കും എല്ലാ ഐശ്വര്യങ്ങളും വരുത്തിയിട്ട് സർവശക്തൻ ഈ ഓണനാൾ മുതൽ അടുത്ത ഓണനാൾ വരെ എന്താ പറയുന്നത് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും പ്രവാസികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെന്താ യുദ്ധവും അതുപോലത്തെ ഒന്നും ഇല്ലാത്ത സന്തോഷം നിറഞ്ഞ മനസ്സിന് സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും എൻ്റെ സ്കൂളിൻ്റെയും ഓണാശംസകൾ ഈ അസോസിയേഷന് നൽകിയുണ്ട്, മാക്സിൻ നൽകിയുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇപ്പോൾ വേദിയിൽ കുമാരി അയന ഭരതനാട്യവുമായി ഇപ്പോൾ വേദിയിൽ കുമാരി അയന. മലയാളി അറബ് കൾച്ചറൽ സൊസൈറ്റി അണിയിച്ചൊരുക്കുന്ന വർണ്ണശബളമായ ഓണാഘോഷ പരിപാടികൾ തുടരുകയാണ്. കൈലയിൽ നടമാടും ഈശനെ കനക സപേശനെ കൈലയിൽ നടമാടും ഈശനെ
dim ke da ta ta di dim ke di ta di dim ke tom ta di dim ke nam ta di dim ke ta di kita tom ta di dim ke ta di kita nam ta di dim ke ta di kita tom ta di dim ke ta di kita nam ta di dim ke ta dim kudi dim kudom dim kunam nam dim kudru kurta dim kudru kurta dim kudru kurta dim kudru kurta dim kuda dim kudi dim kudom dim kunam dim kuda dim kudi dim kudom dim kunam dim kuda dim kuda ditta ta kadam ditta kadam ta ditta kadam கையிலையில் நடமாடும் ஈசனே கனக சபேஷனே